ഗോകുലം ഗോപാലൻ്റെ ശ്രീഗോകുലം മൂവീസിൻ്റെ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ റെയ്ഡ് നടന്നത്. ഇതോടുകൂടി കണക്കിൽപ്പെടാത്ത ഏതാണ്ട് 1000 കോടി രൂപയുടെ ഇടപാടുകൾ ഈ ശ്രീഗോകുലം ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് നടത്തി എന്നതിൻ്റെ ചില വിവരങ്ങൾ, ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ED ഉദ്യോഗസ്ഥർ ബ്ലസ്സൊക്കെ നൽകിയിട്ടാണ് തിരിച്ചു പോയതെന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത്. പക്ഷേ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്ത ശേഷം ചെന്നൈയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും അവിടെ വെച്ച് വീണ്ടും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ 593 കോടി രൂപയുടെ അനധികൃതമായ ചില ഇടപെടലുകൾ അതായത് പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തി. ഇതിൽ തന്നെ ഏതാണ്ട് 370 കോടിയോളം രൂപ ക്യാഷായിട്ട് സ്വീകരിച്ചു, 220 കോടി രൂപ ചെക്കായി സ്വീകരിച്ചു. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവയൊക്കെ തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ശ്രീഗോകുലം മൂവീസ് എന്ന് പറയുന്ന ആ നിർമ്മാണ കമ്പനിയാണ്. അതായത് സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ കാല് പിടിച്ചാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്. അന്ന് വലിയ നീളമുള്ള താടിയും മീശയും ഒക്കെ വെച്ച രൂപമായിരുന്നു. പിന്നീട് അദ്ദേഹം ആ ഭാവമൊക്കെ മാറ്റി. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തുടർ ചലനങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഗോകുലം മൂവീസിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് സമാനമായ സംഭവം തന്നെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ്. അറിയാമല്ലോ നമുക്ക്, ഈ പറയുന്ന സുഭാസ്കർ അലി രാജ എന്ന് പറയുന്ന വലിയ ബിസിനസ് മാഗ്നറ്റ് എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായത്. അദ്ദേഹത്തിന് ലൈക്ക മൊബൈൽസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മൊബൈൽ ശൃംഖലയുടെയൊക്കെ ഉടമയായിരുന്നു. പിന്നീട് അദ്ദേഹവും ഈ സിനിമാ രംഗത്തേക്ക് ഇറങ്ങുകയും ഒടുവിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശ്രീഗോകുലം മൂവീസ് എന്ന് പറയുന്ന ആ സിനിമാ വിതരണ രംഗത്തേക്ക് കടന്നു വന്നത് ഗോകുലം ഗോപാലൻ വടകരക്കാരനാണ്. ചിട്ടി ബിസിനസ് നടത്തുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും അധികം കാശുകാരനായ സമ്പന്നനായ ബിസിനസ്സുകാരൻ്റെ ഒരാളാണ്. പക്ഷേ സാധാരണക്കാരോടുൾപ്പെടെ വളരെ സൗമ്യമായി പെരുമാറുന്ന ജാടകളൊന്നും കാണിക്കാത്ത ഒരു ബിസിനസ്സുകാരൻ, ആ ഒരു നിലയിലായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെട്ടത്. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഈ നിർമ്മാണ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് വന്നതോടുകൂടി വിവാദങ്ങളിലേക്ക് പെടുകയായിരുന്നു. പക്ഷേ ഗോകുലം ഗോപാലൻ പറയുന്നത് ഈ ഒരൊറ്റ ചിത്രമാണ് തൻ്റെ മാർക്കറ്റിംഗ് മേഖല ശക്തമാക്കിയത്. ഒരു ബ്രാൻഡായിട്ടൊക്കെ വളർത്താൻ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ തൻ്റെ സ്ഥാപനങ്ങൾക്ക് സാധിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ് ഈ ലൈക്കയുടെ കാര്യമെടുത്താൽ, ഈ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് നമ്മൾ ഈ സുഭാസ്കരനെ അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹം ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ്. അതായത് UK ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെല്ലാം നടത്തിയത്. ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടി. ശരിക്കും പറഞ്ഞാൽ 2018 സൺഡേ ടൈംസിൽ 250 പ്രമുഖ ബിസിനസ്സുകാരുടെ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ 36ാം സ്ഥാനത്തേക്ക് ഈ ശ്രീലങ്കക്കാരൻ വന്നിരുന്നു. അങ്ങനെയാണ് ഈ സുഭാസ്കരൻ എന്ന് പറയുന്ന യുവ വ്യവസായി ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന് നിരവധി മികച്ച വ്യവസായിക്കുള്ള അവാർഡുകൾ ലഭിച്ചു. ഏഷ്യൻ വോയിസ് പൊളിറ്റിക്കൽ ആൻഡ് പബ്ലിഷ് ലൈഫ് അവാർഡ്, ഇൻ്റർനാഷണൽ ഓണർപ്രണർ ഓഫ് ദി ഇയർ അവാർഡ്, അതുപോലെ തന്നെ ഏഷ്യൻ ബിസിനസ് അവാർഡ്, പവർ ബിസിനസ് ഓഫ് ദി ഇയർ അവാർഡ്, അങ്ങനെ ആഗോളതലത്തിൽ നിരവധി അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടി. ഇതെല്ലാം തന്നെ ഈ ലൈക്ക മൊബൈൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണ്. അപ്പോൾ ലോകം മുഴുവൻ ഈ ബിസിനസ്സുകാരൻ ആരാണെന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് 1972 ശ്രീലങ്കയിലെ ജാഫ്നയിൽ ജനിച്ച സുഭാസ്കരൻ അലി രാജയുടെ ചരിത്രം ഈ ബിസിനസ് ലോകത്തേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് പതുക്കെ എത്തുന്നത്. 2016 ഈ ലൈക്ക മൊബൈൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു ചെറിയ ഇടിവ് വീഴുന്നത്. അതുവരെ ലോകത്തെ മുൻനിര മൊബൈൽ ബ്രാൻഡ് എന്ന നിലയിൽ ലൈക്ക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ലൈക്കയ്ക്ക് പിന്നീട് പ്രശ്നമുണ്ടാകുന്നത് 2016 ലൈക്കയിലെ കുറച്ച് ജീവനക്കാർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ അറസ്റ്റിലായി. അതായത് 2015 ബസ് ഫീഡ് നടത്തിയ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിലെ സർക്കാർ അന്വേഷണം നടത്തുകയും 2016 ജൂൺ 19 19 ലൈക്ക ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ കാരണം 17 മില്യൺ യൂറോ അതിൻ്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. മാത്രമല്ല വാറ്റ് തട്ടിപ്പും ഇവരുടെ പേരിലുണ്ടായിരുന്നു. അപ്പം ലൈക്ക മൊബൈലിൻ്റെ പാരീസിലെ ആസ്ഥാനത്ത്, അവിടുത്തെ സെൻറ്റേഴ്സിൽ, ഷോപ്പുകളിലൊക്കെ നടത്തിയ വലിയ റെയ്ഡിലൂടെ ഏതാണ്ട് 1 മില്യൺ
യൂറോയുടെ ഒരു തട്ടിപ്പ് നടത്തിയതായിട്ട് കണ്ടെത്തുന്നു. പിന്നീട് 2020 ഈ HM റവന്യൂ, കസ്റ്റംസ് എന്നിവയുമായിട്ട് 3 സുപ്രധാനമായ കേസുകൾ നടത്തി. അങ്ങനെ മൊത്തത്തിൽ ഈ ലൈക്ക എന്ന് പറയുന്ന കമ്പനി കേസുകളിൽ പെട്ടു ഉഴലുന്നു. അത് ബ്രിട്ടനിൽ കേസുണ്ടായി, ഫ്രാൻസിലുണ്ടായി, ശ്രീലങ്കയിലുണ്ടായി, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഇവർ കേസുകളിൽ പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ലൈക്കയുടെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും കൂടുതൽ കോട്ടം തട്ടിയത് ഈ ലൈക്കയുടെ മുൻ CEO ആയ ക്രിസ് റൂളി 2022 ആയപ്പോഴേക്കും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടിയാണ് നോർവേയിലും ജർമ്മനിയിലുമൊക്കെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് ലൈക്കയുടെ പേര് ഉയർന്നു വരികയും അവരേതാണ്ട് തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തത്. 2011-16 കാലഘട്ടത്തിൽ ഈ ബ്രിട്ടനിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും ഈ പറയുന്ന സുഭാസ്കര നടത്തിയിരുന്നു. അതായത് അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിയുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുകയും ലൈക്ക അവർക്ക് 2 മില്യൺ പൗണ്ട് പിന്നെ ഈ ഇലക്ഷനും മറ്റും ഡൊണേഷനായി നൽകുമല്ലോ, അങ്ങനെ നൽകിയെന്നാണ് പറയുന്നത്. എന്തായാലും അവിടുത്തെ ഡേവിഡ് കാമറൂൺ അതുപോലെ തന്നെ ബോറിസ് ജോൺസൺ എന്നിവരുമായിട്ട് ഈ സുഭാസ്കര അല്ലി രാജയ്ക്ക് വലിയ ബന്ധമാണ് ഉണ്ടായത്. ഇത് കാരണം UK ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു കേന്ദ്രം ഈ ലൈക്ക മൊബൈലിൻ്റെയൊക്കെ. അങ്ങനെ ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായി. 2023 മെയ്യിൽ ഈ ലൈക്കയുടെ ഇന്ത്യയിലെ ഓഫീസുകളിൽ ED റെയ്ഡ് നടത്തി. അപ്പോൾ ജർമ്മനിയിൽ, ബ്രിട്ടനിൽ, ശ്രീലങ്കയിൽ, നോർവേയിൽ, അങ്ങനെ ലോകത്തെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ, ഫ്രാൻസിൽ ഉൾപ്പെടെയുള്ള റെയ്ഡ്, ഫ്രാൻസിലായിരുന്നു ഇതിൻ്റെ തുടക്കം. അങ്ങനെ ലൈക്ക എന്ന് പറയുന്നത് ആകെ തകർന്നു പോകുമെന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ഈ ലൈക്ക മൊബൈലിൻ്റെ പോർച്ചുഗീസ് ഷെയർ ഹോൾഡർ ഉണ്ട്. അപ്പോൾ അവരുടെ സഹസ്ഥാപനം എന്ന് പറയുന്ന പെറ്റിക്കോ കൊമേഴ്സിനെ ഇൻ്റർനാഷണൽ LPG കല്ലാൽ ഗ്രൂപ്പിലേക്ക് കുറച്ച് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കേസുണ്ടായി. അതായത് വായ്പയുടെയും നിക്ഷേപങ്ങളുടെയും ഒക്കെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് തുടർന്ന് റെയ്ഡുമൊക്കെ നടത്തി. ഇതോടെ ലൈക്ക ഇന്ത്യയിലടക്കം പ്രവർത്തനം ഏതാണ്ട് നിർത്തുന്നു. കാരണം സംശയനിഴലിലേക്കായി പ്രവർത്തനങ്ങളെല്ലാം. ഇതോടുകൂടി ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അന്വേഷണം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെലികമ്മ്യൂണിക്കേഷന് ശേഷം വൈവിധ്യപൂർണ്ണമായ മറ്റ് മേഖലകളിലേക്ക്, അതായത് ബ്രാൻഡഡ് ബിസിനസ്സിലേക്ക് ഈ ലൈക്ക ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പം ഒരിടത്ത് പാളിപ്പോയെങ്കിലും ഈ സുഭാസ്കരയുടെ ബുദ്ധി, അതായത് ബിസിനസ് രംഗത്തെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി, അത് കൃത്യമായി ഉപയോഗിക്കുകയും ഇൻഷുറൻസ് മേഖലയിലും ലോജിസ്റ്റിക് മേഖലയിലുമൊക്കെ ലൈക്ക ഒരു വലിയ ബ്രാൻഡായിട്ട് ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇനി അടുത്ത സിനിമാ മേഖലയിലേക്ക് തിരിയാമെന്ന് വെച്ചത്. 2014 വിജയ് നായകനായിട്ട് കത്തി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. അത് ബോക്സ് ഓഫീസിൽ ഒരു വൻ ഹിറ്റായി മാറി. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസും സുഭാസ്കര എന്ന് പറയുന്ന പേരും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് പതിയെ കയറി പറ്റുകയാണ്. അതിനുശേഷം ശങ്കറിൻ്റെ 2.0 എന്ന് പറയുന്ന സിനിമ, അപ്പോൾ ശങ്കറിൻ്റെയൊക്കെ ഒരു ചിത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ എക്സ്പെൻസീവ് ആയിരിക്കും. 2018 അതും വലിയ ഹിറ്റായിട്ട് മാറി. അപ്പം പണം വാരി ചിത്രങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയായിട്ട് ലൈക്ക ഏതാണ്ട് മുദ്ര കുത്തപ്പെടുകയാണ്. ഇതിനുശേഷം ചന്ദ്രമുഖി, അതുപോലെ തന്നെ ചാപ്റ്റർ 1, ഇന്ത്യൻ 2 തുടങ്ങിയ സിനിമകളൊക്കെ എടുത്തു. പക്ഷേ വേട്ടയ്യൻ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ സിനിമയ്ക്ക് മാത്രമേ പിന്നീട് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം കമലഹാസൻ നായകനായി ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രം എടുത്തു. അതായത് ഈ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഏറ്റവും മോശപ്പെട്ട ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ 2 ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രം എങ്ങനെയാണോ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സ്വീകരിച്ചത്, അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ കമലഹാസൻ അവതരിപ്പിച്ചതാണെങ്കിലും പടം ഗംഭീര പരാജയമായിപ്പോയി. അതിനുശേഷം പിന്നീട് ഈ സിനിമാ മേഖലയിൽ ശോഭിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് വിടാമുയർച്ചി എന്ന് പറയുന്ന അജിത്തിൻ്റെ സിനിമ എടുക്കുന്നത്. ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം വലിയ ഹിറ്റൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളുകൾ കയറിയെങ്കിലും പിന്നീട് ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ പടം തലയും കുത്തി വീണു. അങ്ങനെ ലൈക്ക പ്രൊഡക്ഷൻസ് സിനിമാ നിർമ്മാണത്തിലൂടെ ഉണ്ടായ സമ്പാദ്യം മുഴുവൻ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ പറഞ്ഞു കേട്ടത് മോഹൻലാൽ ലൈക്ക പ്രൊഡക്ഷനെ രക്ഷിക്കുമെന്നാണ്. അങ്ങനെ ആശീർവാദ് സിനിമാസുമായിട്ട് ചേർന്ന് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ നിർമ്മാണ രംഗത്തേക്ക് ഇവർ കടക്കുകയാണ്. അതായത് അവസാന ആശ്രയം ഈ പറയുന്ന അജിത്തിൻ്റെ സിനിമയായിരുന്നു. അതും തകർന്നതോടുകൂടി ഇനി മോഹൻലാലിലേക്ക് എത്തി. അപ്പോൾ മോഹൻലാൽ എമ്പുരാൻ എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ ചിത്രം അണിയിച്ചൊരുക്കുന്നതിലൂടെ വിജയിക്കുമെന്ന് പറഞ്ഞു. നേരത്തെ ഈ നമുക്കറിയാം പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന ചിത്രമുണ്ട് മണിരത്നത്തിൻ്റെ. ആ ചിത്രവും വമ്പൻ ഹിറ്റാക്കി മാറ്റിയപ്പോൾ അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഇന്ത്യൻ 2 മുതൽ ആ സിനിമയ്ക്ക് അല്ലെ ആ കമ്പനിക്ക് പരാജയങ്ങളുടെ കയ്പുനീര് കുടിക്കേണ്ടി വന്നു. ഇവിടെ ഇപ്പോൾ എമ്പുരാനുമായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് ഏതാണ്ട് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ആശീർവാദമായിട്ടൊന്ന് തെറ്റുകയും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ആ സമയത്താണ് പതുക്കെ ഗോകുലം ഗോപാലിൻ്റെ ശ്രീഗോകുലം മൂവീസ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പൃഥ്വിരാജ്, മോഹൻലാലൊക്കെ വലിയ പോസ്റ്ററുകളും അല്ലെ സോഷ്യൽ മീഡിയയിലുള്ള പ്രവചനങ്ങളൊക്കെ നടത്തി. കാരണം ഞങ്ങളെ ഗോകുലം ഗോപാലൻ രക്ഷിച്ചു. ശരിക്കും പറഞ്ഞാൽ ഗോകുലം ഗോപാലിൻ്റെ ശ്രീഗോകുലം മൂവീസിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം
വിളംബരങ്ങൾക്കുമൊക്കെ വലിയ പരസ്യമാണ് ഈ എമ്പുരാൻ്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ലഭിച്ചത്. മാത്രമല്ല ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുകയും അവിടേക്ക് ഈ പറയുന്ന ശ്രീഗോകുലം മൂവീസ് എൻ്റർ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. പിന്നീട് ഈ സിനിമ, അതായത് എമ്പുരാനിൽ രാജ്യവിരുദ്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും അത്തരത്തിലുള്ള സിനിമ നിർമ്മിക്കുന്നതിന് പിന്നിൽ ചില കള്ളക്കളികളുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല ഈ സിനിമയ്ക്ക് രാജ്യത്തിന് പുറത്തുനിന്ന്, അതായത് വിദേശങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം വന്നു ചേർന്നു. 200 കോടി രൂപ വളരെ പെട്ടെന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ കണക്കിൽ പൊരുത്തക്കേടുണ്ടായി. ഇതാണ് ലൈക്ക പ്രൊഡക്ഷനെ പോലെ ശ്രീഗോകുലം മൂവീസിനും പാരയായി മാറാൻ പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരു ബിസിനസ്സുകാരനാണ്, നല്ല ചിട്ടി നടത്തിപ്പുകാരനാണ് ഈ ഗോകുലം ഗോപാലനെങ്കിലും അദ്ദേഹം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളുമായി ചേർന്ന് ഈ പറയുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെ അടുത്തോ മറ്റോ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലം ഏതാണ്ട് 10-13 ഏക്കറുണ്ട്. ആ സ്ഥലം വാങ്ങിയതിനകത്ത് കുറച്ച് അഴിമതിയുണ്ട് എന്ന് പറയുന്നു. ഒപ്പം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ കണക്കുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിതരണക്കാർ ഈ ശ്രീഗോകുലം മൂവീസ് ആയിരുന്നു തോന്നും. അവർ ഈ തമിഴ്നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്ത പണം, ഈ ശ്രീഗോകുലത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത പണത്തിൽ കുറേ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു. യഥാർത്ഥ കണക്കല്ല ചിത്രീകരിച്ച്. ഇത് സംബന്ധിച്ച് ED ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുന്നു. അതാണ് ഇപ്പോൾ ഏതാണ്ട് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ലൈക്ക പ്രൊഡക്ഷൻസിന് എന്തൊക്കെ സംഭവിച്ചോ അതുപോലെ ശ്രീഗോകുലം മൂവീസിനും സംഭവിക്കുമെന്നാണ് ഇനി ഭയം. 250 കോടിയോളം രൂപയാണ് ഈ എമ്പുരാൻ സിനിമയ്ക്കായിട്ട് ചിലവഴിച്ചതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീഗോകുലം മൂവീസ്, അതായത് ഗോകുലം ഗോപാലൻ എത്ര രൂപയാണ് അതിനകത്ത് നിക്ഷേപിച്ചതെന്ന കാര്യത്തിൽ നമുക്കറിയില്ല. എന്തായാലും ബ്ലസ് ചെയ്തിട്ട് ED ഉദ്യോഗസ്ഥർ പോയി എന്നാണ് ആദ്യം ഈ ഗോകുലം ഗോപാലൻ പറഞ്ഞതെങ്കിലും ED ഉദ്യോഗസ്ഥർ തന്നെ ഒരു കണക്ക് പുറത്തിറക്കി. അതായത് ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. മൊത്തം 592.54 കോടി രൂപയാണ് വിദേശ ഫണ്ട് സ്വീകരിച്ചത്. ഇതിൽ 370.80 കോടി രൂപ ക്യാഷായിട്ട് വാങ്ങി, 220.74 കോടി രൂപ ചെക്കായിട്ട് മാറി. മാത്രമല്ല വിദേശത്തേക്ക് ഫണ്ട് അയക്കുന്നതിൽ ഈ ഫെമ ലംഘനം നടന്നു, RBIയെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഗോകുലം ഗോപാലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലുമുണ്ട്. നേരത്തെ നമ്മൾ കേട്ടത് ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് കോഴിക്കോട്ട് നിന്ന് അല്ലെ വടകരയിലെ വീട്ടിൽ നിന്നൊക്കെ ചെന്നൈയിലേക്ക് വരാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നിർബന്ധപൂർവ്വം നിങ്ങൾ വന്നേ പറ്റൂ എന്ന രീതിയിലാണ് ചെന്നൈയിലെ അവരുടെ ഓഫീസിലേക്ക് ഗോകുലം ഗോപാലിനെ കൊണ്ടുപോയത്. അപ്പം കോഴിക്കോട്ടും അതുപോലെ ചെന്നൈയിലും വെച്ച് മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇതിൽ ചില തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1000 കോടി രൂപയുടെ കുഴപ്പങ്ങൾ ഉണ്ടെന്നാണ് ചില സൂചനകൾ പുറത്തു വന്നത്. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അത് ഗോകുലം ചിട്ടി ഫണ്ടിന് അല്ലെ ശ്രീഗോകുലം മൂവീസിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ സംഭവിച്ചത് ലൈക്ക പ്രൊഡക്ഷൻ്റെ ഒരു തകർച്ച നമുക്കറിയാലോ. ഇപ്പം ഈ പറയുന്ന സുഭാസ്കരൻ അല്ലി രാജ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈക്ക പ്രൊഡക്ഷൻസ്, ഒരു കാലത്ത് തമിഴ് സിനിമയിൽ അഡ്രസ് എന്ന് പറയുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു. പിന്നീട് അവർ തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്ന പോലെ മലയാളത്തിലും ഒട്ടനവധി നല്ല ചിത്രങ്ങൾ, പണം വാരി ചിത്രങ്ങൾ, എക്സ്പെൻസീവായിട്ടുള്ള സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഗോകുലം ഗോപാലൻ്റെ ശ്രീഗോകുലം മൂവീസ് ആയിരുന്നു. എമ്പുരാനിലേക്കും അവർ കടന്നു വന്നു. പക്ഷേ അവിടെ പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചില താരങ്ങളുടെയും ഒക്കെ ഇടപെടലുകൾ നടത്തിയപ്പോൾ അതിൽ വലിയ പ്രതിഷേധമുണ്ടായി. അങ്ങനെ സോഷ്യൽ മീഡിയയുടെ പ്രതിഷേധത്തെ തുടർന്ന് അതിലെ തന്നെ 17 മുതൽ 24 വരെ സീനുകൾ വെട്ടിക്കുറയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്രതിഷേധത്തിലൂടെയാണ് ഈ ഗോകുലം ഗോപാലനും അതുപോലെ തന്നെ എമ്പുരാനുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയത്. ഒടുവിൽ അവർക്കെതിരെയുള്ള അന്വേഷണം വരുന്നു. സത്യത്തിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് പഴയ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹോട്ടൽ ഇടപാട്, ഒരു കൊച്ചിയിലെ തന്നെ ഒരു ഹോളിഡേ ഇൻ ഹോട്ടൽ എന്ന് പറയുന്ന മറ്റോ ഹോട്ടലുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിൽ ഗോകുലം ഗോപാലിന് സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു. റിപ്പോർട്ടർ ചാനലിൽ പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളുണ്ടെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് മഞ്ഞുമ്മൽ ബോയ്സിലെ പണം ഇടപാടുമായി സംബന്ധിച്ചുള്ള ചില പരാതികൾ ഉയർന്നത്. ഈ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. അപ്പോൾ എമ്പുരാനെ ബേസ് ചെയ്തിട്ടല്ല ശ്രീഗോകുലം മൂവീസ് ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ പെട്ടുപോയിരിക്കുന്നത്. അതിനു മുമ്പത്തെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഈ അന്വേഷണം തുടർന്നു പോകുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കും. എന്തായാലും ഈ ലൈക്ക പ്രൊഡക്ഷൻസിന് അതുപോലെ തന്നെ സുഭാസ്കരൻ അല്ലി രാജയ്ക്ക് എന്താണോ തമിഴ്നാട്ടിൽ സംഭവിച്ചത് അതിന് സമാനമായ ചില മേഖലകളിലേക്കാണ് ശ്രീഗോകുലം മൂവീസിൻ്റെയും പോക്കെന്നാണ് സൂചന. സുരേഷ് ഗോപി നായകനായി വരേണ്ട ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയായിരുന്നു. സിനിമയിൽ
സിനിമയിൽ ഉടൻ അഭിനയിക്കരുതെന്നൊക്കെ അമിത്ഷാ വാൺ ചെയ്തതാണ്. എന്നിട്ടും ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക പെർമിഷനൊക്കെ എടുത്ത് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഇഡിയുടെ റെയ്ഡൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ലൈക്ക പ്രൊഡക്ഷൻസിന് ഉണ്ടായതുപോലെ ഒരു ദുർവിധി ഒരു കാരണവശാലും ശ്രീഗോകുലം മൂവീസിന് ഉണ്ടാകരുതെന്നാണ് മലയാളികളുടെ എല്ലാം ആഗ്രഹം, പ്രതീക്ഷ. അത് തന്നെ ഞങ്ങളും പങ്കുവെക്കുന്നു. അങ്ങനെയുള്ള ദുരവസ്ഥയൊന്നും ഉണ്ടാകരുത്. ഇതിനകത്തെ കണക്കിലെ പൊരുത്തക്കേടുകളൊക്കെ കൃത്യമായി പറഞ്ഞ് അവതരിപ്പിച്ച് ഇഡിയെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.